ഒരുമ എന്ന വാക്കിന് ഫുട്ബോളിൽ ഏറെ പ്രസക്തിയുണ്ട്. എത്ര ശക്തരായ താരങ്ങൾ അണിനിരന്നാലും മൈതാനത്തിൽ പരസ്പരം ഐക്യം പുലർത്തിയില്ലെങ്കിൽ താരപ്പകിട്ടിന്റെ വമ്പെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയും. അങ്ങനെ ഒരു ടീം സ്പിരിറ്റ് ഇല്ലാത്തത് തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പോർച്ചുഗലിനെ അലട്ടുന്ന പ്രധാന പ്രശ്നവും. കഴിഞ്ഞ ലോകകപ്പിലും യൂറോയിലുമെല്ലാം ഒരു മികച്ച മത്സരം കാഴ്ചവെക്കാൻ കഴിയാതെ പോയതും അതുകൊണ്ട് തന്നെ. റോബർട്ടോ മാർട്ടിനസ് എന്ന പരിശീലകൻ ചുമതലയേറ്റപ്പോൾ കാര്യങ്ങളിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ മാറ്റം എത്രത്തോളം ഉണ്ടായി എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. എങ്കിലും ഈ യൂറോ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ 2 മത്സരങ്ങളിലും മികച്ച വിജയം നേടിയ പോർച്ചുഗൽ 3-ാം മത്സരത്തിൽ ജോർജിയയെ നേരിടാൻ ഒരുങ്ങുകയാണ്. നാളെ ജൂൺ 26-ന് രാത്രി ഇന്ത്യൻ സമയം 12:30-നാണ് ഈ മത്സരം നടക്കുന്നത്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മത്സരങ്ങൾ വിജയിക്കുമ്പോഴും ടീമിന്റെ പ്രശ്നങ്ങൾ പഠിക്കുകയും വിലയിരുത്തുകയും വേണം. കാരണം ഗ്രൂപ്പ് സ്റ്റേജ് പോലെ ആയിരിക്കില്ല ക്വാർട്ടറും സെമിയും ഫൈനലുമെല്ലാം. അവിടെ വിജയം കൈവരിക്കാൻ ഒറ്റക്കെട്ടായി ടീം അണിനിരക്കുക തന്നെ വേണം. ആദ്യ 2 കളിയും ജയിച്ച പോർച്ചുഗൽ പ്രീ ക്വാർട്ടർ സ്ഥാനം ഉറപ്പിച്ചതിനാൽ ജോർജിയക്കെതിരായ മത്സരത്തിൽ പ്രധാന താരങ്ങൾക്ക് പലർക്കും വിശ്രമം അനുവദിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ജോർജിയയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ പ്രീ ക്വാർട്ടർ പ്രവേശനം സാധ്യമാവുകയുള്ളൂ. ആദ്യ 2 മത്സരത്തിലും മുഴുവൻ സമയവും കളത്തിലിറങ്ങിയ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ഈ കളിയിൽ വിശ്രമം നൽകുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ. തന്റെ അവസാന യൂറോ കപ്പിൽ CR7 ഒരു ഗോൾ കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. പോർച്ചുഗലും ജോർജിയയും തമ്മിലുള്ള ഈ മത്സരം ഇന്ത്യയിൽ ടെലിവിഷനിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് സോണി സ്പോർട്ട് നെറ്റ്വർക്കാണ്. സോണി ലിവ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് മത്സരം കാണാൻ സാധിക്കും. ഈ മത്സരം കാണാനുള്ള മറ്റു മാർഗങ്ങൾക്കായി താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യൂ. സമ്പൂർണ്ണ ആധിപത്യത്തോടെ തന്നെ പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.